ഏട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ആടിനെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആട് വേറെ ആളുടെ ആടല്ലേ? അല്ല ഇപ്പൊ നമ്മുടെ ആടല്ലേ? എങ്ങനെ ഇപ്പൊ നമ്മുടെ ആടാണ്? ഇപ്പൊ നമ്മുടെ അടുത്തല്ലേ നിക്കണേ? എടി അതിന്റെ ഉടമസ്ഥൻ വരുമ്പോ കൊടുക്കണം. ആ ഉടമസ്ഥൻ വരുമ്പോ നമുക്ക് പൈസ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെടുക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ആടിനെ മേടിച്ചാ പോരെ? ഇല്ല ഏട്ടാ, ഈ ആടിന് എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹ. ഇന്നലെ രാത്രി നമ്മള് വെള്ളമൊക്കെ കൊടുത്തില്ലേ? ഇന്ന് രാവിലെ ഏട്ടൻ എണീക്കണേന് മുമ്പേ ഞാൻ വെള്ളവും മേലൊക്കെ കൊടുത്തു. ഇപ്പൊ ആ ആട് എന്നെ കാണുമ്പോ ജമന്തിന്ന് വിളിക്കുന്നുണ്ട്. ആണ് എന്തിനാ എന്താ ഈ ചിരി കേട്ടിട്ടാണ് ആടടങ്ങിയത്. ഒന്ന് പോയേട്ടാ. ആ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അതിനെ തലക്കൊന്ന് വരും. എന്നാ ഏട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? ഈ ആടിനെ കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ തന്നെയെന്ന് അറിയാമോ? എനിക്ക് സങ്കടാ. എന്താണ്? പണ്ടില്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞാടുണ്ടായിരുന്നേ, ഒരു വെളുത്ത ആട്. എന്നോട് ഭയങ്കര ഇഷ്ടാ. ഞാൻ തന്നെ വെള്ളം കൊടുക്കണം, ഞാൻ തന്നെ ഇല കൊടുക്കണം. അങ്ങനെ എന്റെ കൂടെ എപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ കൂടെ വന്ന് എന്നെ റോട്ടിൽ കൊണ്ടാക്കും. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കാൻ വരും. അങ്ങനെ ആയിരുന്നേ. ഒരു ദിവസം എന്റെ അമ്മയ്ക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലാന്നും പറഞ്ഞ് എന്റെ കുഞ്ഞാടിനെ വിറ്റു. അത് ഞാൻ സ്കൂളിൽ പോയി തക്കം നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമായേട്ടാ. എന്നിട്ട് ഞാൻ കരഞ്ഞോണ്ട് അവിടെ മുഴുവനും ഓടി നടന്നു നോക്കി, കുഞ്ഞാടിനെ കണ്ടില്ല. അവസാനം ഈ കുഞ്ഞാടിനെ മേടിച്ച ആളില്ലേ, അയാള് എന്റെ കരച്ചില് കണ്ട് കുഞ്ഞാടിനെ തിരിച്ചു തന്നു. പിന്നെ കൊറേ നാള് കഴിഞ്ഞപ്പോ അത് അങ്ങ് മരിച്ചുപോയി. ഈ ആടിനെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ തന്നെ. മേരിക്കുണ്ട് ഒരു കുഞ്ഞാട്. ഇത് ഞാനും പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള പാടാ. ഇതല്ല. നോണ പറയാതിരുന്ന നീ. ഏട്ടാ കൊടുക്കണ്ട ഏട്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ. കളിയായിരുന്നു ഏട്ടാ, പാവം ഏട്ടാ. നിന്നോട് ഞാൻ വേറെ ആടിനെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഹലോ, ആ ഫാസിലേ, എടാ ഈ ആടിനെ കൊണ്ടുപോകണമെങ്കിൽ ഓട്ടോറിക്ഷ എന്തെങ്കിലും വേണട്ടാ. വേണ്ട. അല്ലാതെ ഇതിനെ പിടിച്ചോണ്ട് വരാൻ പറ്റില്ല, ഭയങ്കര ശക്തി അതിന്. അത് വരൂല. ആ നീ വരുമ്പോഴേ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോര്. ആ വലിയ ഓട്ടോറിക്ഷ വിളിച്ചോ, അതാ നല്ലത്. ആ അല്ല ക്ലീറ്റോ ഇന്നലെ പറഞ്ഞ ആടിനാണ് ഇന്ന് ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകണോണ്ടേ. ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകണോണ്ടവൻ എവിടെ കൊണ്ടുപോയി? ആ എവിടെയാ കൊണ്ടുപോയെന്ന് എനിക്കറിയാം. ആ അവളവിടെ ഇരുന്ന് കരയുന്നുണ്ടല്ലോ. സംഗതി എനിക്ക് ഇന്നലെ തോന്നി അതിന്റെ നിപ്പ് കണ്ടിട്ട്. അതെന്തോ സൂക്കേടുള്ള ആടാ. ഇനി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയായിരിക്കും. ഡാഡി ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ വരൂല. എനിക്ക് ആടിനെ കാണാൻ പറ്റിയില്ല. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞാ? ഉറങ്ങാതിരുന്നേ ആടിനെ കാണാതിരുന്നല്ലോ. ഇനിയിപ്പോ ആശുപത്രി കൊണ്ടുവരും, എന്നിട്ട് നിനക്ക് കാണാമല്ലോ. എനിക്കൊരു ആടിനെ വാങ്ങിച്ചു താ. ചുമ്മാ വെച്ചേ, ആടിനെ വാങ്ങിച്ചാ. ഈ ആടിനൊക്കെ പറഞ്ഞാണ്ടല്ലോ, അങ്ങനെ നമുക്കൊന്നും നോക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അതിനെ നോക്കണേ, അതിൻ്റെതായ ജോലിയുണ്ട്. ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ പള്ളിക്കൂടത്തിലെ പഠിത്തമൊക്കെ മതിയാക്കി? ഇല്ല, രാവിലെ നോക്കാം. അപ്പൊ ഉച്ചയ്ക്ക് ആര് നോക്കും? ആ നന്നായി, അമ്മ നോക്കി. ഇങ്ങനെ എല്ലാ കാര്യത്തിനും മുടക്ക് പറയാനല്ലാതെ ക്ലീറ്റോന് വല്ലതും അറിയോ ക്ലീറ്റോ? എത്ര നാളുകൊണ്ട് ഞാൻ പറയണതാ ക്ലീറ്റോ ഒരു ആടിനെ മേടിക്കുക, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടീനെ മേടിക്കുക, നമുക്ക് വളർത്താം. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവില്ല അതിനെ കൊണ്ട്. ഓ എടി, അപ്പൊ പുച്ഛിച്ചങ്ങ് തള്ളി. ഒരു സാമാന്യ ബുദ്ധി വെച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഇപ്പൊ തന്നെ അവൻ ഇല്ലാത്ത കാശ് കൊടുത്ത ആ സാധനത്തിനെ മേടിച്ചുകൊണ്ട് വന്ന് അത് നിന്ന് ഇപ്പം എങ്ങാനും തട്ടിപ്പോയ ആ കാശ് പോയി. അതേസമയം നീ ഒരു തയ്യൽ മെഷീനും കൂടെ വേണമെന്ന് പറ, അന്തസ്സായിട്ട് ക്ലീറ്റോ മേടിച്ചു തരും. അത് കംപ്ലൈന്റ് വന്നാൽ നമുക്ക് നന്നാക്കാം. ഇത് പോയി, കൈവിട്ട കളിയാണ്. നമുക്ക് വേണ്ടായിരുന്നു. ഒരു ഉപകാരം ഇല്ലാത്തൊരു മുതലെല്ലാം ഞാൻ തീറ്റിപ്പോറ്റുണ്ടല്ലോ. അപ്പൊ അതോ അതിനേലും ഗുണമുണ്ടാവും എന്തായാലും ആടിനെ കൊണ്ട്. വാങ്ങിക്കുക തക്കളി നീ. അതിനെങ്ങനെ ഇവിടെ കൊണ്ട് കെട്ടി ഇനി വല്ലവന്റെ പറമ്പിൽ പോയി എന്തെങ്കിലും തിന്നിട്ട് പിന്നെ ഇനി അവൻ ഇവിടെ വന്ന് ചീത്ത വിളിക്കണം. പിന്നെ ഇത്തിരി പുല്ല് തിന്നണേന് ചീത്ത വിളിക്കല്ലേ? ആ മാത്രമല്ല അതിന്റെ ഇടമൂത്രമൊക്കെ ആര് പോരും? അത് ഞാൻ നീ പിന്നെ എന്നിട്ട് വേണം ഇനി ഈച്ചയായി കൊതുകായി ആകെ ചളി വിളിയാവും ഇവിടെ. ഇതൊരു കഷ്ടമാണ്. ഞാനും തള്ളേ മോളും കൂടെ അങ്ങ് തുടങ്ങിക്കോളൂ. മനുഷ്യനെ ഒരു സമാധാനം തരൂല. ആ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെട്ട നല്ല അത് പിന്നെ എനിക്കൊരു സന്തോഷം ആത്മസംതൃപ്തിയുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്കൊന്നും കുടുംബമായിട്ട് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ എന്തെങ്കിലും ചെയ്താലും നിനക്കൊന്നും ചെയ്തതാവും. കാല് കഴുകി വെള്ളം കുടിക്കും നിങ്ങള്. അങ്ങനെയെങ്കിലും ബുദ്ധി വരട്ടെ. നേരെ ഇരിക്കും അവിടെ.
അല്ല പ്രസിഡന്റ്, ഞാൻ അടുത്ത മാസം ഒരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ട്രെയിൻ തടയല. ഇവിടെ അല്ല എറണാകുളത്ത് മെട്രോ. മേളിൽ കൂടെ പോകണതാണല്ലേ? എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? ശരി പ്രസിഡന്റ്. എവിടെ രാവിലെ? ഒന്നും പറയണ്ട അളിയാ, ഞാൻ ഇവന്റെ ഒരു കേസുമായിട്ടാ നിന്നെ കാണാൻ വന്നത്. എന്തോ രാവിലെ ഇതൊക്കെ അടിച്ചിട്ട് ഇറങ്ങുന്ന ടീമുകളാ. എടേ, ഇത് നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ചെക്കനാ, സെൽവൻ, തമിഴനാ. ഇവന്റെ ആടിനെ നിന്റെ അളിയ അഴിച്ചോണ്ട് പോയി. എന്റെ അളിയൻ? ഓ, നിന്റെ അളിയൻ. എന്റെ അളിയൻ എവന്റെ ആടിനെ അടിച്ചോണ്ട് പോണേ? ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഏയ്, ഇത് സംഭവം എന്തോന്നറിയോ? ഇവന് വെള്ളം അടിച്ച് പിറ്റാവുമ്പം ഇവൻ ആടിനെ കൊണ്ടുവന്ന് മറ്റേ ട്രാൻസ്ഫോമറിലേക്ക് ആ കുറ്റിയിൽ കൊണ്ട് കെട്ടിയിടും. ഇത് ഇവന്റെ ഒരു സ്ഥിരം പരിപാടി. ഇത് പറഞ്ഞു മടുത്ത് വെള്ളം ഇറങ്ങുമ്പോൾ ഇവ ആടിനെ തിരക്കും. ഇതിപ്പോ KSB വന്ന് ആടിനെ അഴിച്ചോണ്ട് പോയി. നിന്റെ അളിയനാണ് ആടിനെ കൊണ്ടുപോയത്. എടേ, നീ അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ എന്റെ അളിയൻ കൊണ്ടുവന്ന ആട് അതാണ്. ആട് നിന്റെ വീട്ടിലുണ്ടാ? ഇല്ല. ആടിനെ ഞാൻ കണ്ടേ. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഉണ്ടായില്ല അവിടെ കേട്ടാ? ആലിയ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാം. ഇത് വലിയ തൊല്ല കേസ്. രാവിലെ തൊട്ട് വീട്ടിൽ വന്നിരുന്ന ആലെന്ന് പറഞ്ഞ ആലക്കാണ്. അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഇതെന്റെ അളിയനെയൊന്നും കണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോസ്റ്റുകാരൻ അവൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ മേളിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ AIയെ കണ്ടൊന്ന് പറയാം. എടുത്ത് നീ പറഞ്ഞ തെരുവിടെ ആടിനെ കിട്ടൂടെ? അത് നടക്കുന്നുള്ളതുകൊണ്ടല്ലേ നീ എന്നെ കാണാൻ വന്നത്? കണ്ടല്ലോ. പിന്നെ അതിലൊരു പ്രതീക്ഷ വെക്ക്. ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അളിയന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാനത് ശരിയാക്കി തരാം. അളിയ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞില്ലേ? ചുമ്മാ ഇടാ. മിണ്ടായിരാ. അതെ, ഇനി മേലാൽ ഇതുമാതിരിയുള്ള വൃത്തിയോട്ട കൊട്ടേഷനുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടാ. എവിടുന്ന് കിട്ടുന്നുണ്ടേ നിനക്ക് ഇതിനെയൊക്കെ? കനക ആടിന്റെ ഓണർ ഇന്ന് വരുമോ? ഓരോരുത്തർ വരുമ്പോൾ ഇത് ആടിന്റെ ഓണറാവെന്ന് വിചാരിച്ചിരിക്കുക. ആരെങ്കിലും വരും. ഈ ആടിന്റെ മുഷ്ക് മണമാണ് എൻ്റെ വീട്ടിൽ മുഴുവൻ. ഇവിടെ വരുമ്പോ ഇത്തിരി സമാധാനം കിട്ടിയച്ചാ. ഇപ്പൊ ഇവിടെ ആ മണമായി. ഇന്നൊന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു. കൊണ്ടാറുണ്ട് മറ്റേ ഒപ്പിടിക്കാൻ പറ്റുന്ന എന്തേ? ഇല്ലേ? എന്തേ? ഇല്ല, എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ടില്ല. എനിക്കൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു. ഇല്ല, അപ്പൊ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇന്ന്. നിങ്ങളൊരു കാര്യം ഞാൻ തരാം. പഞ്ചായത്തിലെ സെക്രട്ടറി അടുത്തോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ചോ. എനിക്ക് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ. അല്ല, തന്നെ ചെയ്യണമെന്നില്ല സുഹൃത്ത്. ഇത് ആരെങ്കിലും ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് ഏത് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ചെയ്താലും മതി. നിങ്ങളുടെ ആവശ്യം നടക്കും. പഞ്ചായത്ത് പോയാൽ ശരിയാവും? പിന്നെ ശരിയാവും. പിന്നെന്ത്? അല്ല, എന്തിനാണ് ഇത് അറ്റസ്റ്റ് ചെയ്തത്? എനിക്കൊരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി. അത് ശരി. അപ്പൊ ഇട്ടാൽ തനിക്ക് ഈ അടുത്ത കാലത്തൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. വരാറില്ലേ ഇവിടെ? വരും, പക്ഷെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അതാണ്. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇല്ലായിരുന്നു. അറ്റസ്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കല്ലേ. ഈ പുള്ളിക്ക് വേറെ പണിയുണ്ട്. ഇന്ന് ഒരു ആടിന്റെ പ്രോബ്ലം ഉണ്ട് പുള്ളിക്ക്. അതാണ് ആട്ടിന്റെ പ്രോബ്ലം. ശരി ശരിയാ. ഞാൻ ഡോക്ടർ. അതെ, എന്തോ കിളിപ്പോയ കേസാന്ന് എനിക്ക് തോന്നിട്ടാ. എന്നാണ് വേറെ എവിടെയൊക്കെ പോയിട്ട് പുള്ളി ടെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നടക്കണ്ടായിരുന്നു. ആണാ? അത് ശരി. നീ ഇല്ലാത്തപ്പോഴും 2-3 വട്ടം വന്ന്. അതെയാ? ഇയാളുടെ ഗൗരവം കണ്ടപ്പോ ഞാൻ ഓർത്ത് ശരിക്കും മരുന്നായിരുന്നു. കിളി പോയതാണ്. എനിക്കറിയാൻ വയ്യ, എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്ന.